ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന, ശുശ്രൂഷയിൽ നിൽക്കുന്ന, കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന വ്യക്തികളിലൊക്കെ വലിയൊരു പ്രൊമോഷന്റെ മാൻഡിൽ ഇതിനകത്ത് വീഴും. ഇനി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളോടൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ, കർത്താവ് ഇനി അങ്ങോട്ട് ഞാൻ ഈ മെസ്സേജിൽ കയറുമ്പോൾ എനിക്ക് എൻ്റെ ആത്മാവിൽ എനിക്കറിയാം ഇതിനകത്ത് ഒത്തിരി ജീവിതങ്ങളെ ദൈവം തെരഞ്ഞു പിടിക്കും. വേദപുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഉറപ്പ് 1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നിങ്ങൾ പഠിക്കാത്ത ഒരു വിഷയത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇടത്തില്ല. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഒരു കാര്യം ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് തരാതെ ആ കാര്യം ചെയ്യാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടത്തില്ല. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, എൻ്റെ ജഡത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് ആങ്സൈറ്റികളുണ്ട്, സഭയെക്കുറിച്ചുള്ള ഭാരമുണ്ട്, ആത്മാക്കളെ കുറിച്ചുള്ള പ്രസവ വേദനയുണ്ട്, ഇങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ട്. ജഡത്തിൽ എന്നെ കുത്തേണ്ടതിന് ഒരു സാത്താനെ അനുവദിച്ചിരിക്കുന്നു, ശൂലം എൻ്റെ മേളിൽ വന്നിരിക്കുന്നു. പക്ഷേ ദൈവം പറയുന്നു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ thee. കൃപ നിനക്ക് മതി. ഇതിനെയൊക്കെ ജയിക്കാനുള്ളതൊന്ന് ഞാൻ നിന്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. ഈ ആരാധനയുടെ നടുവിൽ നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങളത് പറയാൻ തയ്യാറാകണം. ദൈവം വിശ്വസ്തൻ. ഞാൻ പഠിക്കാത്ത പരീക്ഷ എന്നോട് എഴുതാൻ ദൈവം പറയത്തില്ല. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഒറ്റ വാക്കിൽ പറയുന്നത്, നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പറഞ്ഞ ദൈവം വിശ്വസ്തൻ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവം എനിക്ക് വിശ്വസ്തനാണ്? ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പരീക്ഷകളിലൂടെ പോയ എത്ര പേര് പറയും, ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു? God is really faithful to me. Really, God is faithful to my family. My God is faithful to my ministry. My God is faithful to my ministry. My God is faithful to my finance. My God is faithful to my church. My God is faithful to my parents. My God is faithful to my children. My God is really faithful to my career. Oh, He's yesterday and today and forever. God is faithful. Yes, man. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന വിഷയത്തിൽ ഞാനൊരു ഉത്തമ ഉദാഹരണം എടുത്തു പറയുന്നു. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിലാണ്. 22-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അവിടെ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? അബ്രഹാം എക്സാം എഴുതാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. അബ്രഹാമിന്റെ മുമ്പിൽ വീണ ചോദ്യ പേപ്പർ നിങ്ങളുടെ മുമ്പിലെങ്ങാനും വീണായിരുന്നെങ്കിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റും വലിച്ചു കീറി കളഞ്ഞേനെ. നിങ്ങൾ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി ഓടിയേനെ. ഒന്നുമില്ലാഞ്ഞിട്ട് മുഖം ഇങ്ങനെ ആയിരിക്കുന്നത്, ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. Thank you Jesus. Hallelujah. Amen. അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് പുള്ളി വിളിച്ച ഉടനെ ആൻസർ ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്നരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ ഒരുത്തന്റെ കയ്യിൽ 2 പേരെയും തന്റെ മകനായ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറകും കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ഇനി അതിന്റെ 6 മുതലൊന്ന് വായിച്ച് പെട്ടെന്ന് 6 മുതലുള്ള വാക്യങ്ങൾ. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു.
അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളൂ മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. എല്ലാരും ഒന്ന് ഇത് വാഗൊണ്ട് പറയണം, ദൈവം നോക്കിക്കോളും. അബ്രഹാം പറഞ്ഞു, ദൈവം നോക്കിക്കോളും മകനെ. സഹോദര കൈ കൊടുത്ത് അങ്ങോട്ട് പറ, ദൈവം നോക്കിക്കോളും മകനെ. സഹോദരിമാര് പറഞ്ഞേ, ദൈവം നോക്കിക്കോളും മകളെ. പറഞ്ഞേ, ദൈവം നോക്കിക്കോളും. ദൈവം നോക്കിക്കോളും. നിന്റെ സാമ്പത്തിക വിഷയം ദൈവം നോക്കിക്കോളും. നിന്റെ ബിസിനസ് ദൈവം നോക്കിക്കോളും. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവം നോക്കിക്കോളും. പണി തീരാതെ കിടക്കുന്ന ഭവനം, പണി പൂർത്തീകരിക്കാതെ പാതി വഴിക്ക് കിടക്കുന്ന വീട് ദൈവം നോക്കിക്കോളും. ഇതെല്ലാം കർത്താവ് ഇങ്ങനെ ചില കുടുംബങ്ങളോട് പറയുകയാണ്, നിന്റെ പാസ്പോർട്ട് സംബന്ധമായ വിഷയം ദൈവം നോക്കിക്കോളും. നീ എത്ര ശ്രമിച്ചിട്ടും ആ പ്രോപ്പർട്ടിയുടെ വിഷയത്തിൽ നിനക്കത് വിൽക്കാൻ കഴിയാതെ, നിനക്കത് കൊടുക്കാൻ കഴിയാതെ ആ കുരുങ്ങിക്കിടക്കുന്ന കേസ്, കോർട്ടിലിരിക്കുന്ന കേസ് ദൈവം നോക്കിക്കോളും. എന്തുകൊണ്ടാണ് ഇസഹാക്ക് എന്തുകൊണ്ടാണ് ഇസഹാക്ക് ഈ ചോദ്യം അബ്രഹാമിനോട് ചോദിച്ചത്? അബ്രഹാമിനോട് ചോദിച്ചത് എന്താണ്? അപ്പ യാഗത്തിനുള്ള മൃഗം എവിടെയാണ്? കാരണം അപ്പൻ ആരാധന കഴിക്കുന്നത് മകൻ വർഷങ്ങളായി കാണുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു മീറ്റിംഗിലേക്ക് പോകുമ്പോൾ എൻ്റെ മകൻ നെഹമ്യ അവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു മീറ്റിംഗിലോട്ട് പോകുമ്പോൾ നെഹമ്യ എൻ്റെ ബൈബിളും എൻ്റെ ഡയറിയും എടുത്തുകൊണ്ട് വരും. ഒരു പക്ഷേ എനിക്ക് 1-2 ബൈബിളുകൾ ഞാൻ ഉപയോഗിക്കുന്നതുണ്ട്. ആ ബൈബിളും ഡയറിയും എൻ്റെ കൈ കണ്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും, ബൈബിൾ എടുത്തില്ലയോ ഡയറി എടുത്തില്ലയോ. കാരണം അപ്പൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അപ്പൻ്റെ കയ്യിൽ എപ്പോഴും ബൈബിളും ഡയറിയും കാണുമെന്ന് ആ 12 വയസ്സുകാരൻ കണ്ടിട്ടുണ്ട്. ആരും മിണ്ടുന്നില്ല. ഇതുപോലെ തന്നെ അബ്രഹാം യാഗത്തിന് പോകുമ്പോൾ അപ്പന്റെ കയ്യിൽ ഒന്നെങ്കിൽ ഒരു ആട്ടുകൊറ്റൻ കാണും, അല്ലെങ്കിൽ ഒരു കുറുപ്രാവ് കാണും. എന്തേലും കയ്യിലില്ലാതെ അപ്പം പോകുകയില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഒന്നും കൈ കാണാനില്ല. ഇസഹാക്കിന്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. ആമീൻ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് കർത്താവ് വ്യക്തമായി പറയുന്നു, നിന്റെ ആരാധനയുടെ ആഴങ്ങളെ നിന്റെ തലമുറ തിരിച്ചറിയും. അപ്പനും മകനും ഇരുവരും ഇവർ ഒന്നിച്ച് നടക്കുകയാണ്. സാറായോട് ചോദിച്ചോ ഇസഹാക്കിനെ യാഗം കൊടുത്തോട്ടെ എന്ന് സാറായോട് ചോദിച്ചില്ല. പക്ഷെ ഇസഹാക്കിനെ പ്രസവിച്ചത് സാറയാണ്, ഗർഭപാത്രത്തിൽ വഹിച്ചത് സാറയാണ്. സാറ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം വേലക്കാരിയിൽ ഹാഗാറിൽ ആമീൻ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞത് നിമിത്തം, ഇസ്മായേൽ ജനിച്ചത് നിമിത്തം സാറ ഭയങ്കര അസ്വസ്ഥയായിരുന്നു. അവൾ വളരെ വേദനയിലായിരുന്നു. പക്ഷെ അവൾ അത് പുറത്ത് പറയുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇസഹാക്കിനെ ദൈവം വാഗ്ദത്തം ചെയ്ത് 75-ാമത്തെ വയസ്സിൽ കേട്ട വാഗ്ദത്തത്തെ 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദൈവം അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. സാറായോട് അബ്രഹാം ചോദിക്കുന്നില്ല. കാരണം സാറായോട് ദൈവത്തിന് ആരാധന കഴിക്കുവാൻ, ദൈവത്തിന് ബലി കഴിക്കുവാൻ മോനെ തരുമോ എന്ന് സാറായോട് ചോദിച്ചാൽ ഒരിക്കലും സാറ കൊടുക്കത്തില്ല. സാറ അതിന് യെസ് പറയത്തില്ല. കാരണം അബ്രഹാമിന്റെ അത്രയും ഡെഡിക്കേഷൻ സാറയ്ക്കില്ല. അബ്രഹാമിന്റെ അത്രയും ദൈവശബ്ദം സാറ കേട്ടിട്ടില്ല. അബ്രഹാമിന്റെ അത്രയും ആഴത്തിലേക്ക് സാറ വന്നിട്ടില്ല. അബ്രഹാമും ദൈവവുമായി ഒരു സ്നേഹിതനെ പോലെ സംസാരിക്കുന്നവരാണ്. They are the friends. They are the friends. സ്നേഹിതരെ പോലെ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട്
സാറായോട് ഇസഹാക്കിനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ സാറ പറയും വേണ്ട, ആരാധന അവിടെ നിൽക്കട്ടെ, പ്രാർത്ഥന അവിടെ നിൽക്കട്ടെ. ആരാധനയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ഇസഹാക്കിനെ തരുന്ന പ്രശ്നമില്ല. എന്നാൽ അബ്രഹാം ഇവിടെ സാറയോട് ചോദിക്കാത്തതിന്റെ കാരണം ആരാധനയോടുള്ള ബന്ധത്തിൽ, ആത്മബന്ധത്തിൽ, വചനവുമായുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ഇടയിൽ വേറെ ആരുമില്ല. Me and my God only. Me and my God only. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാതിൽ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. വീടുകളിൽ, ഈ ശബ്ദം കേൾക്കുന്ന പല വീടുകളിൽ ആരാധന സ്വാതന്ത്ര്യത്തെ കർത്താവായി അത് ചിലരുടെ മേലൊരു ശക്തിയായി ഇപ്പോൾ വരും. മോറിയ മലയിലെത്തി അബ്രഹാം വിറകുകളെ പെറുക്കി അടുക്കി. I am coming. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു. കർത്താവ് എന്നെ നിയോഗിക്കുന്നു. വിറകുകളെ അടുക്കി. ലിസൺ, വിറകുകളെ അടുക്കി. മകന്റെ കൈകാലുകൾ കെട്ടി ഇസഹാക്കിനെ എടുത്ത് യാഗപീഠത്തിന്റെ മേൽ കിടത്തി. വിറകടുക്കുമ്പോഴും മോറിയാമല മുഴുവൻ നടന്ന് കല്ല് പെറുക്കുമ്പോഴും ഈ അബ്രഹാം മുൾപ്പടർപ്പിൽ കിടന്ന ആട്ടുകൊറ്റനെ കാണുന്നില്ല. മുൾപ്പടർപ്പിൽ ആട്ടുകൊറ്റൻ പ്രത്യക്ഷപ്പെടുകയല്ല, ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ അബ്രഹാമിന് ഒരിക്കലും ആട്ടുകൊറ്റനെ, ആ മല മുഴുവൻ നടന്ന് കല്ല് പെറുക്കിയിട്ടും ആ ആടിന്റെ ശബ്ദം കേൾക്കാനോ ആ ആടിനെ കാണാനോ പുള്ളിക്ക് പറ്റിയില്ല. ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു പക്ഷേ ഈ മുൾപ്പടർപ്പിന്റെ മൂട്ടിന്ന് വരെ, ചുവട്ടിൽ നിന്ന് വരെ പുള്ളി കല്ലും പറക്കിക്കൊണ്ട് പോയി. പക്ഷെ ആടിനെ കാണുന്നില്ല. കർത്താവ് നിന്നോട് പറയുന്നു, നിന്നെ ചിലതൊക്കെ കാണിക്കാൻ ഒരു സമയം ദൈവം വെച്ചിരിക്കുകയാണ്. പെറുക്കി യാഗപീഠത്തിന്റെ മേൽ വെച്ചു, ഇസഹാക്കിനെ പിടിച്ച് കിടത്തി. ഇന്നത്തെ മീറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവ ശബ്ദത്തിലേക്ക് ഞാൻ കയറുകയാണ്. അതിവിടെ നിൽക്കുന്നവരിൽ അനുഭവങ്ങളായി തീരട്ടെ. അബ്രഹാം, പ്ലീസ്, അബ്രഹാം കത്തിയൂരി. നിങ്ങൾക്കറിയാമോ, ഈ അബ്രഹാം ആടുകളെ യാഗം കഴിച്ചിട്ടുണ്ട്. ആടുകളെ യാഗം കഴിക്കണമെങ്കിൽ അതിന്റെ മാറ് പിളർന്ന് അതിനെ പെർഫെക്റ്റ് ആയിട്ട് വേണം യാഗം കഴിക്കാൻ. അബ്രഹാം ഒരിക്കൽ യാഗം കഴിച്ചപ്പോൾ ഇച്ചിരി ഉഴപ്പ് കാണിച്ചു, കൃത്യമായിട്ട് അത് ചെയ്തില്ല. ആ ചെയ്യാത്ത കാരണം കൊണ്ട് റാഞ്ചൽ പക്ഷി ഇറങ്ങി വന്നു. അബ്രഹാം കൃത്യമായി യാഗം കഴിക്കുന്ന ആളാണ്, വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ അബ്രഹാം കത്തി ഊരിയാൽ വിതിൻ 2 സെക്കൻഡ് ഇങ്ങനെ ആഞ്ഞു കുത്തി മാറ് പിളർക്കാൻ, വിതിൻ 2 സെക്കൻഡ് കല്ല് പെറുക്കാൻ. ചിന്തിച്ചേ, ഞാൻ എൻ്റെ ഭാവനയിൽ പറയുകയാണ്, കല്ല് പെറുക്കാൻ 2 മണിക്കൂർ, വിറകടുക്കാൻ 1/2 മണിക്കൂർ. പക്ഷേ ഇതിനെല്ലാം ഒത്തിരി സമയമെടുത്ത അബ്രഹാം ചെയ്തേ. പക്ഷെ കത്തി അരയിൽ നിന്ന് ഊരി മാറ് പിളർക്കാൻ 2 സെക്കൻഡ്, 1, 2 എന്ന് പറയുന്ന സമയം കൊണ്ട് കുത്തു വീഴും. 1, 2 എന്ന് പറയുന്ന സെക്കൻഡ് കൊണ്ട് കുത്തു വീഴും. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് കല്ല് പെറുക്കുമ്പോൾ മിണ്ടാത്ത ദൈവം, 1/2 മണിക്കൂർ കൊണ്ട് വിറകെടുക്കുമ്പോൾ മിണ്ടാത്ത ദൈവം, ഈ 2 സെക്കൻഡ് കയറുക. കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ കയറുന്ന ടൈമിംഗ്. വാ തുറന്ന് പറയണം, സമയം തെറ്റത്തില്ല. ദൈവം വിശ്വസ്തൻ. ഒരു 2 തവണ നിന്നോട് പറയണം, സമയം തെറ്റിക്കുകയില്ല. ദൈവം വിശ്വസ്തൻ. സമയം പോയി എന്നാരും പറയരുത്. സമയം തെറ്റിയിട്ടില്ല. ദൈവം വിശ്വസ്തൻ. കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ ദൈവം കേറിയാൽ പിന്നെ അബ്രഹാമിന്റെ പ്രൊമോഷനാണ്. കർത്താവ് പറയുന്നു, നിന്റെ വാഗ്ദത്തം മരിക്കാൻ ദൈവം അനുവദിക്കും. അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞ് വാ തുറന്ന്, ദൈവം നോക്കിക്കോളും. ഒന്ന് പറഞ്ഞേ, ദൈവം നോക്കിക്കോളും. ഞാൻ ആ ടൈമിംഗ് എന്ന് പറയുന്ന കാര്യം ഇവിടെ എടുത്തു പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ദൈവത്തിന്റെ സമയങ്ങൾ എപ്പോഴും കൃത്യമാണ്. ദൈവത്തിന്റെ സമയം എപ്പോഴും കൃത്യമാണ്.
ബൈബിൾ പറയുന്നുണ്ട്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞാലും അത് തിരിച്ചു വരും, സമയം തെറ്റുകയില്ല. സമയം തെറ്റുകയില്ല. പരീക്ഷയോട് കൂടെ ദൈവം പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവം വിശ്വസ്തനാണ്.